ഡിസംബറിൽ വിപണിയിൽ വെറും 790 രൂപയ്ക്ക് വിൽക്കാൻ വെച്ച ഓഹരി. പക്ഷെ വമ്പൻ സ്വീകരണം ലഭിച്ച ഓഹരിക്ക് ലിസ്റ്റ് ചെയ്ത നിമിഷം തന്നെ വില ഇരട്ടിയായി. വെറും ഒരു വർഷം കൊണ്ട് നിക്ഷേപകർക്ക് 300% ലാഭം നൽകിക്കൊണ്ട് 5 രൂപയുടെ പെൻസിൽ വിൽക്കുന്ന കമ്പനി ആയിരക്കണക്കിന് കോടികളുടെ മൂല്യമുള്ള ഒരു സാമ്രാജ്യമായി വളർന്നു. പെൻസിലും ഇറേസറും വിൽക്കുന്ന ആ ഓഹരിയുടെ 800 രൂപയിൽ നിന്ന് 3100 രൂപയിലേക്കുള്ള ആ കുതിപ്പ് ദലാൽ സ്ട്രീറ്റിലെ വമ്പൻ സ്രാവുകളെ പോലും അമ്പരിപ്പിച്ചു. ഒരു വശത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള കാംലിൻ വിപണിയിൽ അടിപതറി വീഴുമ്പോൾ, മറുവശത്ത് ഡോംസ് തങ്ങളുടെ വിജയചരിത്രം ഓരോ കുട്ടിയുടെയും പെൻസിൽ ബോക്സിലും ഓഹരി വിപണിയിലെ ചാർട്ടുകളിലും ഒരുപോലെ എഴുതി ചേർക്കുകയായിരുന്നു. ഇന്ന് ഡോംസിന്റെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയിലെ ഏതൊരു കുട്ടിയുടെയും സ്കൂൾ ബാഗ് തുറന്നാൽ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കാംലിൻ. 100 വർഷത്തെ പാരമ്പര്യമുള്ള ആ പേര് കേൾക്കാത്ത കുട്ടികളോ മാതാപിതാക്കളോ അന്നുണ്ടായിരുന്നില്ല. നിറങ്ങളും പെൻസിലുകളും കൊണ്ട് കാംലിൻ അക്കാലത്ത് ഇന്ത്യൻ ക്ലാസ് മുറികൾ ഭരിച്ചു. എന്നാൽ ഗുജറാത്തിലെ ഉംബർഗാവ് എന്ന തീരദേശ നഗരത്തിൽ മറ്റൊരു ചരിത്രം എഴുതപ്പെടുകയായിരുന്നു. 1973 രസിക്ലാൽ രവേഷിയും മൻസുഖ്ലാൽ രാജാനിയും ചേർന്ന RR ഇൻഡസ്ട്രീസ് എന്ന പേരിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങി. അന്ന് അവർ സ്വന്തം പേരിൽ ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നില്ല, പകരം വമ്പൻ കമ്പനികൾക്ക് വേണ്ടി പെൻസിലുകൾ നിർമ്മിച്ച് നൽകുകയായിരുന്നു. കാലം കടന്നുപോയി. 2000ന്റെ മധ്യത്തിൽ അവർ ഒരു തീരുമാനമെടുത്തു, നമുക്ക് സ്വന്തമായൊരു ബ്രാൻഡ് തുടങ്ങണം. അങ്ങനെയാണ് ഡോംസ് പിറന്നത്. അക്കാലത്ത് കാംലിൻ എന്ന ഭീമനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. പക്ഷെ ഡോംസ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവർ തങ്ങളുടെ 5 രൂപയുടെ പെൻസിലിനെ വെറും ഒരു എഴുത്തുകോലായല്ല, മറിച്ച് കുട്ടികളുടെ കയ്യിലൊരു വാളായാണ് കണ്ടത്. ആകർഷകമായ ഡിസൈനുകൾ, മികച്ച ഗുണനിലവാരം, പിന്നെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വില, ഇതായിരുന്നു ഡോംസിന്റെ ആയുധങ്ങൾ. കാംലിൻ തങ്ങളുടെ പാരമ്പര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയപ്പോൾ ഡോംസ് ആധുനികതയെ കൂട്ടുപിടിച്ചു. കുട്ടികൾ എന്ത് ഇഷ്ടപ്പെടുമെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് തന്നെ കടകളിലെ ഷെൽഫുകളിൽ കാംലിന് പകരം നീലയും ചുവപ്പും കലർന്ന ഡോംസിന്റെ പെൻസിലുകൾ നിറയാൻ തുടങ്ങി. വെറും 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഷനറി കമ്പനിയായി ഡോംസ് മാറി. ഒരു കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പെൻസിൽ ഉണ്ടാക്കി കൊടുത്തവർ ഇന്ന് ഇന്ത്യയിലെ ഓരോ ക്ലാസ് മുറികളിലും തങ്ങളുടെ സാമ്രാജ്യം കെട്ടുപടുത്തിയിരിക്കുന്നു. 2012 ഇറ്റാലിയൻ കമ്പനിയായ ഫില ഡോംസിന്റെ ചെറിയൊരു ഓഹരി വാങ്ങിയതോടെയാണ് കമ്പനിയുടെ ജാതകം മാറിയത്. 2015ഓടെ 51% ഓഹരികൾ സ്വന്തമാക്കി ഫില ഭൂരിപക്ഷ പങ്കാളിയായി. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിസൈനുകളും ആഗോള വിപണിയും ഡോംസിന് മുന്നിൽ തുറക്കപ്പെട്ടു. വെറും ഒരു സ്റ്റേഷനറി കമ്പനി എന്ന നിലയിൽ നിന്ന് ഒരു ആഗോള ബ്രാൻഡിലേക്കുള്ള ഡോംസിന്റെ വളർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. 2023 ഡിസംബറിൽ ഡോംസ് ഓഹരി വിപണിയിൽ ഇറങ്ങിയപ്പോൾ കണ്ടത് അഭൂതപൂർവമായ തിരക്കായിരുന്നു. 790 രൂപ വിലയിട്ട ഓഹരി ലിസ്റ്റിംഗ് ദിവസം തന്നെ 1400 രൂപയിലെത്തി. വെറും ഒരു വർഷത്തിനുള്ളിൽ ഓഹരി വില 3100 രൂപ കടന്നു. അതായത് തുടക്കത്തിൽ നിക്ഷേപിച്ചവർക്ക് 300% ലാഭം. പെൻസിലും ഇറേസറും വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഓഹരി വിപണിയിൽ ഇത്രയും വലിയ മൂല്യം ലഭിക്കുന്നത് അസാധാരണമായ കാര്യമാണ്. പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ ക്ലാസ് മുറികളിലെ രാജാവായിരുന്ന കാംലിൻ. എന്നാൽ 2010 ശേഷം കാംലിന്റെ തിളക്കം കുറഞ്ഞു തുടങ്ങി. 2010 വിപണിയുടെ 38% കയ്യാളിയായിരുന്ന കാംലിൻ ഇന്ന് വെറും 8 മുതൽ 10% ചുരുങ്ങി. 5% ഓഹരി മാത്രമുണ്ടായിരുന്ന ഡോംസ് ഇന്ന് 35% വളർന്ന് ഒന്നാമതെത്തി. കാംലിൻ പഴയകാല ഓർമ്മകളിൽ മാത്രം തങ്ങി നിന്നപ്പോൾ ഡോംസ് പുതിയ കാലത്തെ കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ പരിഷ്കരിച്ചു. ജാപ്പനീസ് കമ്പനിയായ കൊകുയോ കാംലിനെ ഏറ്റെടുത്തെങ്കിലും ഇന്ത്യൻ വിപണിയുടെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഡോംസ് തങ്ങളുടെ നിലനിൽപ്പിന് പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. കുട്ടികളുടെ ജന്മദിനത്തിന് നൽകുന്ന റിട്ടേൺ ഗിഫ്റ്റ് പാക്കറ്റുകളായി ഡോംസ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. പരസ്യം നൽകാതെ തന്നെ ഓരോ കുട്ടിയുടെയും കയ്യിൽ ഡോംസ് എത്തിക്കാൻ ഈ തന്ത്രം സഹായിച്ചു. ഡിജിറ്റൽ സാന്നിധ്യമായിരുന്നു അടുത്തത്. ഡോംസിന്റെ യൂട്യൂബ് ചാനലിന് 30 ലക്ഷത്തിലധികം വരിക്കാരുണ്ട്. വെറും ഒരു പെൻസിൽ വിൽക്കുന്നതിനുപരിയായി ക്രിയേറ്റിവിറ്റി വിൽക്കാനാണ് അവർ ശ്രമിച്ചത്. കൂടാതെ പെൻസിലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്കൂൾ ബാഗുകൾ, ഡയപ്പറുകൾ, പേപ്പർ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും ഡോംസ് വളർന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ ഡോംസിന്റെ വരുമാനം 1912 കോടി രൂപയായി ഉയർന്നു. ലാഭം 213 കോടിയും. 5 രൂപയുടെ പെൻസിൽ വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഇത്രയും വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. അമേരിക്കൻ വിപണിയിലെ നിയന്ത്രണങ്ങൾ ഡോംസിനെ ബാധിക്കില്ല. കാരണം അവരുടെ പ്രധാന വിപണി യൂറോപ്പും മിഡിൽ ഈസ്റ്റുമാണ്.
കാംലിൻ ചരിത്രമായി മാറി പഴയ രാജാവ് സിംഹാസനം ഒഴിഞ്ഞുകൊടുത്തപ്പോൾ ഡോംസ് ഭാവി എഴുതുകയാണ്. ഗുജറാത്തിലെ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇന്ന് ലോകമെമ്പാടുമുള്ള 55 രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നു. പാരമ്പര്യത്തെക്കാൾ വലിയത് നവീനതയാണെന്ന് ഡോംസ് തെളിയിച്ചു. ബിസിനസ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഡോംസിന്റെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ 13,241 കോടി രൂപ വിപണി മൂല്യമുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയാണെന്ന് കാണാം. നിലവിൽ 2,182 രൂപ വിലയുള്ള ഈ ഓഹരി അതിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയായ 3,065 രൂപയിൽ നിന്ന് താഴ്ന്ന ഏകദേശം 2,007 എന്ന താഴ്ന്ന നിലവാരത്തിലെ അടുത്താണ് വ്യാപാരം നടത്തുന്നത്. കമ്പനിയുടെ ലാഭക്ഷമത അളക്കുന്ന ROC 26.2%, ROE 22% എന്നിവ വളരെ മികച്ചതായി തുടരുന്നു. അതായത് നിക്ഷേപിക്കുന്ന പണം വളരെ കാര്യക്ഷമമായി ലാഭമുണ്ടാക്കാൻ കമ്പനി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ലാഭ വളർച്ച 41.2% എന്ന മികച്ച നിലയിലായതും വിൽപ്പനയിലെ 23.9% വളർച്ചയും കമ്പനിയുടെ കരുത്ത് വ്യക്തമാക്കുന്നു. ഓഹരിയുടെ PE അനുപാതം 59.7 ടൈംസ് ആണ്. ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ കൂടുതലാണെങ്കിലും വളർച്ചാ നിരക്കുമായി താരതമ്യം ചെയ്യുന്ന പെഗ് റേഷ്യോ 1-ൽ താഴെയായതിനാൽ ഭാവിയിലെ ലാഭസാധ്യത വെച്ച് നോക്കുമ്പോൾ നിലവിലെ വില ആകർഷകമാണ്. കൂടാതെ 0.15 എന്ന വളരെ കുറഞ്ഞ കടബാധ്യതയും കമ്പനിയുടെ ഉടമസ്ഥർക്ക് തന്നെയുള്ള 70% ഓഹരി പങ്കാളിത്തവും ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വിശ്വാസ്യതയ്ക്കും അടിവരയിടുന്നു. നമ്മൾ ഇന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പഠിച്ചിരുന്നല്ലോ. കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കമ്പനിയുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നാൽ പെൻസിൽ, സ്റ്റേഷനറി വിൽപ്പന എന്നിവയിൽ കമ്പനിക്ക് എത്ര ലാഭം കിട്ടുന്നു എന്നത് കാണിക്കുന്നു. 2020 വെറും 37 കോടി രൂപയായിരുന്ന സ്ഥാനത്ത് 2025 ഇത് 183 കോടി രൂപ ഉയർന്നിട്ടുണ്ട്. ഓരോ വർഷവും ഈ തുക വർദ്ധിച്ചു വരുന്നത് കമ്പനിയുടെ ബിസിനസ് വളരെ ലാഭകരമാണ് എന്നും കയ്യിൽ കൃത്യമായി പണം വരുന്നുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കാനോ മെഷീനുകൾ വാങ്ങാനോ ചിലവാക്കുന്ന പണമാണ്. ഇത് സാധാരണയായി നെഗറ്റീവ് നമ്പറിലാണ് കാണാറുള്ളത്. ഇവിടെ 2024 നെഗറ്റീവ് 458 കോടി രൂപയും 2025 നെഗറ്റീവ് 140 കോടിയും നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം കമ്പനി വലിയ തോതിൽ തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ പണം ചിലവാക്കുന്നു എന്നാണ്. പുതിയ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ഈ വലിയ തുക മാറ്റിവെച്ചിരിക്കുന്നത്. ക്യാഷ് ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റിയാണ് അവസാനം കാണിച്ചിരിക്കുന്നത്. കടം വാങ്ങുന്നതും തിരിച്ചടയ്ക്കുന്നതും അതുപോലെ ഓഹരി വിപണിയിൽ നിന്ന് സമാഹരിക്കുന്ന പണവുമാണ് ഇതിൽ വരുന്നത്. 2024 ഇത് 297 കോടി രൂപയായിരുന്നു. ഈ സമയത്താണ് കമ്പനി IPO വഴി പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചത്. 2025 ഇത് നെഗറ്റീവ് 40 കോടി രൂപയായി. അതായത് കയ്യിലുള്ള അധിക പണം ഉപയോഗിച്ച് കമ്പനി തങ്ങളുടെ കടബാധ്യതകൾ വീട്ടുകയോ ലാഭവിഹിതം നൽകുകയോ ചെയ്തുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് കമ്പനി തങ്ങളുടെ ഭാവി വളർച്ചയ്ക്കായുള്ള പുതിയ ഫാക്ടറികൾ പണിയുകയും ഒപ്പം കടബാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. 2025 24 കോടി രൂപ എല്ലാ ചിലവുകൾക്ക് ശേഷം കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ട്. ഇത് വളരെ ആരോഗ്യകരമായ ഒരു സാമ്പത്തിക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഡോംസ് നിലവിൽ ഒരു മികച്ച വളർച്ചാ പാതയിലാണെങ്കിലും ഉയർന്ന ഓഹരി വിലയും വിപണിയിലെ മത്സരവും നിക്ഷേപകർ ഗൗരവമായി കാണേണ്ട റിസ്കുകളാണ്. കമ്പനിയുടെ വരാനിരിക്കുന്ന ക്വാർട്ടർ ഫലങ്ങൾ ഈ റിസ്കുകൾ കമ്പനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് എന്താണ് കമ്പനിയെ കുറിച്ച് തോന്നുന്നത്? ഡോംസ് ഒരു ദീർഘകാല നിക്ഷേപകന്റെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? താഴെ കമന്റ് ചെയ്യൂ.